നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ വ്യാപാര ചർച്ചകൾ ചൊവ്വാഴ്ച പുനരാരംഭിക്കും. പുതിയ US അംബാസിഡർ സെർജിയോ ഗോർ ന്യൂഡൽഹിയിൽ ചുമതലയേറ്റു. പ്രതിരോധം, ഊർജം, തൊഴിൽ മേഖലകളിൽ സഹകരിക്കാൻ ഇന്ത്യയും ജർമ്മനിയും. തീരുമാനം ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കരുത്ത് നേടി സ്വർണവും വെള്ളിയും. സ്വർണവില 10 ഗ്രാമിന് 1.5 ലക്ഷം രൂപയിലേക്ക് കടക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി പീയൂഷ് ഗോയൽ. ഇന്ത്യ EU ഉച്ചകോടിക്ക് മുൻപ് കരാറിൽ ഒപ്പിടാൻ സാധിക്കുമെന്നും റിപ്പോർട്ട്. സാമൂഹ്യ സുരക്ഷാ വേതന പരിധി ഉയർത്താൻ നീക്കം. EPFO, EFIC വേതന പരിധി 30,000 രൂപയാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 301 പോയിന്റ് ഉയർന്ന് 83,878 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 106 പോയിന്റ് ഉയർന്ന് 25,790 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ ഒരു വിപണി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന തുടക്ക സമയം മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു മാർക്കറ്റ് കാഴ്ചവെച്ചത്. തുടക്ക സമയങ്ങളിൽ ആദ്യത്തെ 2 മണിക്കൂർ എസ്പെഷ്യലി നോക്കുമ്പോൾ മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്യണുണ്ട്. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് കൃത്യമായൊരു റിക്കവറി എടുത്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണെന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് ലെവൽ 25,803 എന്നൊരു ലെവലാണ്. 0.47% നേട്ടമാണ് നിഫ്റ്റി 50യിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയും സമാനമായി തന്നെ ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. തുടക്ക സമയം മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ് ചെയ്യും. എന്നാൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2ാമത്തെ മണിക്കൂറിന് ശേഷം കൃത്യമായ ഒരു റിക്കവറി എടുത്തുകൊണ്ട് ഇന്ന് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തോ ആ ഒരു ലെവലിനൊക്കെ മുകളിലായിട്ട് തന്നെ ഒരു ക്ലോസിംഗ് എടുക്കാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട്. 59,450 എന്നൊരു ലെവലിലാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 0.34% നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ നിഫ്റ്റി 50യുടെ ലെവൽസിൽ ചെറിയൊരു മാറ്റമുണ്ട്. നിഫ്റ്റി 50 സംബന്ധിച്ച് 25,790 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ വ്യാപാര ചർച്ചകൾ ചൊവ്വാഴ്ച പുനരാരംഭിക്കും. പുതിയ US അംബാസിഡർ സെർജിയോ ഗോർ ന്യൂഡൽഹിയിൽ ചുമതലയേറ്റു. അംബാസിഡർ സെർജിയോ ഗോറിന്റെ വാക്കുകളാണ് വിപണിയിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്നത്. യഥാർത്ഥ സുഹൃത്തുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ അവ പരിഹരിക്കപ്പെടും. ആഗോള പങ്കാളിത്തത്തിന്റെ നിർവചനം തന്നെ മാറ്റിയെഴുതാനുള്ള അപൂർവമായ ഒരവസരമാണ് ഇന്ത്യക്കും അമേരിക്കയ്ക്കും മുന്നിലുള്ളതെന്നായിരുന്നു ചുമതലയേറ്റ ശേഷം അംബാസിഡർ പറഞ്ഞത്. താരിഫ് തർക്കങ്ങളും വിപണി ലഭ്യതയും സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോദി ട്രംപ് സൗഹൃദം വഴി തുറക്കുമെന്നാണ് സെർജിയോ ഗോറിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. പാക് സിലിക്ക സഖ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനവും അദ്ദേഹം പ്രഖ്യാപിച്ചു. ആഗോള ടെക്നോളജി ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്ന ഈ US നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ അടുത്ത മാസം ഇന്ത്യ പൂർണ്ണ അംഗമാകും. സെമി കണ്ടക്ടർ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ് എന്നിവയിൽ ഒരു സുരക്ഷിത സപ്ലൈ ചെയിൻ ഉറപ്പാക്കാനുള്ള തന്ത്രപ്രധാന നീക്കമാണിത്. ജപ്പാൻ, സൗത്ത് കൊറിയ, UK, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ചേരുന്നതോടെ ആഗോള ചിപ്പ് വിപണിയിൽ വമ്പൻ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രിട്ടിക്കൽ മിനറൽസ് മുതൽ അത്യാധുനിക നിർമ്മാണ യൂണിറ്റുകൾ വരെ നീളുന്ന ഈ സഖ്യം ഇന്ത്യയിലെ IT, ഇലക്ട്രോണിക്സ് കമ്പനികൾക്ക് വമ്പൻ ഓർഡറുകൾ ലഭിക്കാൻ കാരണമാകും. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുന്നത് ആഗോള വിപണിയിൽ ചൈനയുടെ ആധിപത്യത്തിന് വെല്ലുവിളിയായേക്കാമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രതിരോധം, ഊർജം, തൊഴിൽ മേഖലകളിൽ സഹകരിക്കാൻ ഇന്ത്യയും ജർമ്മനിയും. തീരുമാനം ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനി ഇന്ത്യയെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പങ്കാളിയായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. പ്രതിരോധ മേഖലയിലാണ് ഏറ്റവും വലിയ വിപ്ലവം നടക്കാൻ പോകുന്നത്. ജർമ്മൻ കമ്പനിയായ തൈസൺ ഗ്രൂപ്പ് ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് 6 അത്യാധുനിക മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്.
റഷ്യയെയും ചൈനയെയും ആശ്രയിക്കുന്നത് കുറച്ച് സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഭാരതത്തിന്റെ ആത്മനിർഭർ പദ്ധതിക്ക് ഇത് വലിയ കരുത്താകും. ഇന്ത്യയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യാനുള്ള നടപടികൾ ലഘൂകരിക്കാനും ധാരണയായി. കൂടാതെ ഭാവിയിലെ ചിപ്പ് നിർമ്മാണത്തിനും ഇലക്ട്രോണിക്സ് മേഖലയ്ക്കും അത്യാവശ്യമായ അപൂർവ മൂലകങ്ങളുടെ ഖനനത്തിനും ഇരു രാജ്യങ്ങളും സഹകരിക്കും. നിലവിൽ 2000-ലധികം ജർമ്മൻ കമ്പനികളാണ് നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. വരാനിരിക്കുന്ന ഇന്ത്യ-യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ നിക്ഷേപങ്ങൾ ഇരട്ടിയാകുമെന്നാണ് വിപണി നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭാവിയിലെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇന്ത്യ-ജർമ്മനി സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വരുന്നു. ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിലെ സംയുക്ത പദ്ധതികൾ ഊർജ്ജ വിപണിയിലെ വമ്പൻ ഗെയിം ചേഞ്ചറാകും. ക്ലീൻ എനർജി, ടെക്നോളജി കൈമാറ്റം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ട പുതിയ ധാരണാപത്രങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഊർജ്ജ മേഖലയിലുള്ള കമ്പനികൾക്കും വലിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കരുത്ത് നേടി സ്വർണവും വെള്ളിയും. സ്വർണവില 10 ഗ്രാമിന് 1.5 ലക്ഷം രൂപയിലേക്ക് കുതിക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണവില ഇതിനകം തന്നെ 1,41,000 രൂപ കടന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ ഔൺസിന് $4,600 എന്ന മാന്ത്രിക സംഖ്യയും മറികടന്നിരിക്കുകയാണ്. US ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരെയുള്ള ക്രിമിനൽ അന്വേഷണ റിപ്പോർട്ടുകളും US ഇറാൻ സംഘർഷവുമാണ് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നത്. എൻറിച്ച് മണിയിലെ പൊന്മുടി ആർ പറയുന്നത് സ്വർണ്ണവില 1,42,000 രൂപയ്ക്ക് മുകളിൽ നിലയുറപ്പിച്ചാൽ ഉടൻ തന്നെ 1,45,000 മുതൽ 1,48,000 രൂപ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ്. 1.5 ലക്ഷം രൂപ എന്ന ലക്ഷ്യം വിദൂരമല്ല. ഓരോ ചെറിയ വിലക്കുറവിലും സ്വർണം വാങ്ങിക്കൂട്ടുന്ന ബയോൺ ഡിപ്സ് തന്ത്രമാണ് ഇപ്പോൾ വിപണിയിൽ പ്രകടമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സ്വർണത്തേക്കാൾ വേഗത്തിലാണ് വെള്ളിയുടെ കുതിപ്പ്. അന്താരാഷ്ട്ര വിപണിയിൽ വെള്ളിവില ഔൺസിന് $85 കടന്നാൽ അടുത്ത ലക്ഷ്യം $90 മുതൽ $95 വരെയാണ്. കമ്മോഡിറ്റി വിദഗ്ധനായ അനൂജ് ഗുപ്തയുടെ അഭിപ്രായത്തിൽ US ഡോളറിന്റെ മൂല്യം ഇടിയുന്നത് വെള്ളിയെ കൂടുതൽ കരുത്തനാക്കുന്നു. വെള്ളിവില കിലോയ്ക്ക് 2,70,000 രൂപ കടന്നാൽ 3 ലക്ഷം രൂപ എന്ന റെക്കോർഡിലേക്ക് അത് അതിവേഗമെത്തും. നിലവിൽ 2,65,000 രൂപയ്ക്ക് മുകളിൽ വെള്ളി ശക്തമായ നിലയിലാണ് തുടരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി പീയൂഷ് ഗോയൽ. ഇന്ത്യ EU ഉച്ചകോടിക്ക് മുൻപ് കരാറിൽ ഒപ്പിടാൻ സാധിക്കുമെന്നും റിപ്പോർട്ട്. രാജ്കോട്ടിൽ നടന്ന MSME കോൺക്ലേവിലാണ് മന്ത്രി നിർണായക വിവരം പങ്കുവച്ചത്. ബ്രസീലിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഉടൻ തന്നെ കരാറിലേക്ക് എത്തുമെന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ. 2024-2025 കാലഘട്ടത്തിൽ മാത്രം $136 ബില്യൺ വ്യാപാരമാണ് നടന്നത്. ഈ പുതിയ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്കും പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും വമ്പൻ കുതിപ്പ് ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോപ്പും അമേരിക്കയുമായി ഒരേ സമയം വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വളരുന്ന സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. ജർമ്മനിയുമായുള്ള വ്യാപാരം ഇതിനകം $50 ബില്യൺ കടന്നതും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമൂഹിക സുരക്ഷാ വേതന പരിധി ഉയർത്താൻ നീക്കം. EPFO, EFIC വേതന പരിധി 30,000 രൂപയാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. സുപ്രീം കോടതിയുടെ സമീപകാല നിർദ്ദേശത്തെയും തൊഴിലാളി യൂണിയനുകളുടെ ദീർഘകാല ആവശ്യത്തെയും തുടർന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും വേതന പരിധി പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശം തൊഴിൽ മന്ത്രാലയം സജീവമായി പരിശോധിച്ചു വരികയാണ്. നിലവിൽ EPFO വേതന പരിധി പ്രതിമാസം 15,000 രൂപയാണ്. ESIC പരിധി 21,000 രൂപയാണ്. രണ്ടു പരിധികളും പരിഷ്കരിച്ച് 25,000 മുതൽ 30,000 രൂപ വരെ പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. EPFOയിൽ നിലവിൽ ഏകദേശം 8.5 കോടി അംഗങ്ങളുണ്ട്. ESICയിൽ 3.25 കോടി ഇൻഷുർ ചെയ്ത വ്യക്തികളും ഉൾപ്പെടുന്നു. ESICയുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങളും പരിരക്ഷിക്കപ്പെടുന്നു. ഇത് മൊത്തം ഗുണഭോക്താക്കളുടെ എണ്ണം ഏകദേശം 14 കോടിയായി ഉയർത്തുന്നു. പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയീസ് പെൻഷൻ സ്കീം, എംപ്ലോയീസ് ഡിപ്പോസിറ്റഡ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്നിവയിലേക്കുള്ള സംഭാവനകൾ കണക്കാക്കുന്ന പ്രതിമാസ ശമ്പളത്തെയാണ് വേതന പരിധി പ്രതിനിധീകരിക്കുന്നത്. വേതന പരിധി അവസാനമായി പരിഷ്കരിച്ചത് 2014-ലാണ്. നിലവിൽ ജീവനക്കാരും തൊഴിലുടമകളും ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെയും ക്ഷാമബദ്ധയുടെയും 12% വീതം EPFOയിലേക്ക് സംഭാവന ചെയ്യുന്നു. തൊഴിലുടമയുടെ വിഹിതത്തിന്റെ 8.33% എംപ്ലോയീസ് പെൻഷൻ സ്കീമിലേക്കും ബാക്കി 3.67% പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 155 രൂപയും പവന് 1240 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 13,030 രൂപയിലും പവന് 1,04,240 രൂപയിലുമാണ് വ്യാപാരം. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 125 രൂപ കൂടി 10,710 രൂപയായി. വെള്ളി വിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 270 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ വ്യാപാര ചർച്ചകൾ ചൊവ്വാഴ്ച പുനരാരംഭിക്കും. പുതിയ US അംബാസിഡർ സെർജിയോ ഗോർ ന്യൂഡൽഹിയിൽ ചുമതലയേറ്റു. പ്രതിരോധം, ഊർജം, തൊഴിൽ മേഖലകളിൽ സഹകരിക്കാൻ ഇന്ത്യയും ജർമ്മനിയും. തീരുമാനം ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കരുത്ത് നേടി സ്വർണവും വെള്ളിയും. സ്വർണ്ണവില 10 ഗ്രാമിന് 1.5 ലക്ഷം രൂപയിലേക്ക് കുതിക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി പീയൂഷ് ഗോയൽ. ഇന്ത്യ EU ഉച്ചകോടിക്ക് മുൻപ് കരാറിൽ ഒപ്പിടാൻ സാധിക്കുമെന്ന് റിപ്പോർട്ട്. സാമൂഹിക സുരക്ഷാ വേതന പരിധി ഉയർത്താൻ നീക്കം. EPFO, EFIC വേതന പരിധി 30,000 രൂപയാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.